ഹലോ ഗൈസ്, നമുക്കിന്ന് വാളരപ്പയർ തോരൻ വെക്കാവേ. ഈ വാളരപ്പയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നീളത്തിലുള്ള പയറാണ്, ഇച്ചിരി വീതിയൊക്കെ ആയിട്ട്. ഇത് ബീൻസ് അരിയുന്നോട്ട് നന്നായിട്ട് ചെരിച്ചരിയുക. അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള സബോളയും പച്ചമുളകും കൂടി ചേർത്തരിഞ്ഞെടുക്കുക. പാൻ അടുപ്പിൽ വെച്ച് കടുക് പൊട്ടിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചേക്കുന്നത് കേട്ടോ. കടുക് പൊട്ടിച്ച ശേഷം അതിനകത്തോട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ഈ പയറും മുളകും അതോടൊപ്പം സബോളയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ഉപ്പും കൂടി ഇട്ടിട്ട് ചെറു തീയിൽ വേവിച്ചെടുക്കണം. ഒരു പകുതി വേവൊക്കെ ആയ ശേഷം നമുക്കിതിലോട്ട് ജീരകത്തിൻ്റെ പൊടിയും തേങ്ങായും കൂടി ചേർത്ത് കൊടുക്കാം. പക്ഷേ ജീരകത്തിൻ്റെ പൊടി ഇല്ലാത്തവർക്ക് തേങ്ങായും ജീരകവും കൂടി മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുത്ത് അതിലോട്ട് ചേർക്കാം. അതാണ് കുറച്ചും കൂടി ടേസ്റ്റ് വരിക. ഇപ്പം ഞാൻ എന്തെങ്കിലും പൊടി ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് പച്ച തേങ്ങായും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറു തീയിലിട്ട് വേവിച്ച് എടുക്കുക. അപ്പം അത് ഒത്തിരി വെന്തളിയാതെ നമുക്ക് ആ ഒരു ഇതോടുകൂടി കിട്ടും. അപ്പോൾ അതാ ഇങ്ങനെ നമുക്ക് കിട്ടും. ഈ നല്ല ചോറിൻ്റെ കൂട്ടത്തിലൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളി കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക.